ഫാമിലിന്റെ അനിയൻ ജന്ന റൗളാവലൊക്കെ ഉണ്ടായിരുന്നു. അനിയന്റെ നിക്കാഹ് റാത്തായി കഴിഞ്ഞു. കുറെ ആളുകൾ തവണ മണ്ണിൽ പോവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉസ്താദ് ഉംറ കഴിഞ്ഞ് വരികയാണ്. അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് നാട്ടിലെത്തി. നമ്മുടെ കൂട്ടത്തിൽ ഒരു പ്രിയപ്പെട്ട ഉമ്മ പരിശുദ്ധ മക്കയിൽ വെള്ളിയാഴ്ച രാവിലെ ഉംറക്ക് ഇഹ്റാം ചെയ്തുകൊണ്ട് ഇഹ്റാമിലായിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇഹ്റാമിലായിട്ട് അള്ളാഹു ആ പ്രിയപ്പെട്ട ഉമ്മയുടെ വണ്ടൂരുള്ള ഉമ്മയാണ് സഫിയ ഉമ്മ. നമ്മളൊക്കെ ആഗ്രഹമാണ് പുണ്യ മണ്ണിൽ മരിക്കുക എന്നുള്ളത്. ആ ഉമ്മന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. അള്ളാഹു സാധിപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലായി ജനലക്ഷങ്ങൾ വെള്ളിയാഴ്ച ആ ഉമ്മന്റെ പേരിൽ മയ്യിത്ത് നിസ്കാരം മക്കത്തെ പള്ളിക്കന്ന് നടത്തി. മക്കയിൽ എന്നെ കബറടക്കി. നമ്മുടെ രണ്ട് ഉമ്മമാരായി ഇപ്പൊ മക്കത്ത്. അള്ളാഹുലൊക്കെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. സ്വർഗത്തിൽ വെച്ച് ഉമ്മയും ബാപ്പിയും മക്കളൊക്കെ നമ്മളൊക്കെ ഉമ്മയും ബാപ്പിയും മക്കളാണ്. അങ്ങനെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ കുടുംബത്തിനും നമുക്കൊക്കെ അള്ളാഹു റാഹത്തും സമാധാനം അള്ളാഹു തരട്ടെ. അസുഖങ്ങളുള്ളവർക്കൊക്കെ അള്ളാഹു ശിഫയാക്കി തരട്ടെ. എൻ്റെ അളാമ പാവം ഒരു റാഹത്തായി ഉംറ ചെയ്തു. അങ്ങനെ കുറെ ആളുകൾ വീൽ ചെയറിൽ ചെയ്തോല്, സുഖമില്ലാത്തവര് അൽഹംദുലില്ലാഹ്, ചെറുപ്പക്കാരികള്, കുഞ്ഞു പൂമ്പാറ്റ മക്കള്, കുടുംബങ്ങൾ സമേതം വന്നവര്, കാസർഗോഡ്, കണ്ണൂര്, കോയമ്പത്തൂര്, എറണാകുളം, പാലക്കാട്, ഏതെല്ലാം ജില്ലകളിൽ നിന്ന് ഇത്രയും സ്നേഹിച്ചു പോന്നവരാണ്. അള്ളാഹു ആ ബന്ധം സ്വർഗത്തിലെത്തിക്കട്ടെ. അള്ളാഹു എല്ലാവരും റാഹത്തോടെ നാട്ടിലെത്തിക്കട്ടെ. ഇൻഷാ അല്ലാഹ് 2 ദിവസം കഴിഞ്ഞാൽ കുറച്ച് ആളുകളോടി മദീനത്തുണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ വരും. ബാക്കിയൊക്കെ റാഹത്താണ്. അൽഹംദുലില്ലാഹ് റാഹത്താണ്. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. 8 ഉംറകളെ ചെയ്തു. അള്ളാഹു സ്വീകരിക്കട്ടെ. 8 എണ്ണം കഴിഞ്ഞാൽ 8 എണ്ണം എടുത്തു. ചിലല്ലോ 8 എടുത്തു, ചിലല്ലോ 6 എടുത്തു, 5 എടുത്തു, 4 എടുത്തുണ്ട്. ധാരാളമൊക്കെ റാഹത്തോടു കൂടി ഉംറ ചെയ്തു. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നം മക്കി മദീന എന്നുള്ളത് റാഹത്തോടു കൂടി കൊണ്ടുപോയിരുന്നു എന്നുള്ള വലിയൊരു ആഗ്രഹം ഉണ്ട്. അതൊക്കെ സാധിച്ച് അള്ളാഹു കബൂലാക്കട്ടെ. ലുലുണ്ട് അനി ഫാമിലിന്റെ അനി ജന്ന റൗളാവലൊക്കെ ഉണ്ടായിരുന്നു. അനിയന്റെ നിക്കാഹ് റാഹത്തായി കഴിഞ്ഞു. കുറെ ആളുകൾ ഉംറക്ക് പോന്നിരുന്നു. അവിടുന്ന് കണ്ടപ്പോൾ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചോലുണ്ട്. എല്ലാവർക്കും അള്ളാഹു റാഹത്തിലാക്കട്ടെ. നമ്മുടെ മരിച്ചുപോയ സഫിയ ഉമ്മാന്റെ ഖബർ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഓഫീസ് തുറക്കണത് ഉസ്താദ് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഉംറ കഴിഞ്ഞ ചെറിയൊരു ക്ഷീണത്തിലാണ്. ഇൻഷാ അല്ലാഹ് അപ്പോ അന്ന് തുറക്കാന്നുള്ള ഉസ്താദ് പറഞ്ഞാൽ എല്ലാവർക്കും റാഹത്തല്ലേ, സന്തോഷല്ലേ. അവിടുന്ന് പിന്നെ മക്കത്തും മദീനത്തും തിരക്കിന്റെ അടിയിലാവുമ്പോൾ ചിലപ്പോൾ വർത്താനം ചോദിക്കാനൊന്നും കഴിയൂല. എന്നാൽ അൽഹംദുലില്ലാഹ് മജ്ലിസിലൊക്കെ പങ്കെടുത്ത് എല്ലാവർക്കും വേണ്ടി ഉസ്താദ് ദ്വാരന്നിട്ടുണ്ട്. തൗബ മജ്ലിസ് നടത്തണം കരുതി മദീനത്തൊന്നും സാധിച്ചിട്ടില്ല. ഉമ്മ മരിച്ചപ്പോ ഭാഗ്യാണ്, വലിയൊരു ഭാഗ്യാണ്, ചില്ലറ ഭാഗ്യം എന്നല്ല, എന്നാലും ടെൻഷൻ ഉണ്ടാവൂല. തൗബ മജ്ലിസും നടത്തിയില്ല. അടുത്ത റബീഉൽ അവ്വലിൽ ഇൻഷാ അല്ലാഹ് പോകണം. റബീഉൽ അവ്വലിൽ ബാച്ച് പോകുന്നുണ്ട്. റബീഉൽ അവ്വൽ 12-ന് മദീനത്ത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്ന് തൗബയൊക്കെ ചെയ്യാം. അള്ളാഹു കബൂലാക്കട്ടെ. തൗസുൽ ബൈത്തിയിൽ റാത്തിബിയല്ല എന്നാണ്. നല്ല ക്ഷീണമുണ്ട്, യാത്രന്റെ ക്ഷീണം. നമുക്ക് എന്ത് ചെയ്യണം? കോയമ്പത്തൂരുകാരുണ്ട്, തിരുവനന്തപുരക്കാരുണ്ട്, ഇതിലൊക്കെ യാത്ര ഉള്ള റാഹത്തിലാക്കട്ടെ. ഇനിയിപ്പോ തിരുവനന്തപുരക്കാർ ഇപ്പൊ നാളെ ചിലപ്പോ നാട്ടിലെത്തലുണ്ടാവുള്ളൂ. കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങി ഇപ്പോ വണ്ടിയിൽ പോയിക്കണം. നാളെ ചിലപ്പോ അവിടെ എത്തുള്ളൂ. പാവാണ്, സ്നേഹിച്ചു പോകുന്നതാണ്. അത്ര ഇഷ്ടപ്പെട്ട് സ്ഥലം കൂടെ പോകണം എന്നുള്ള വലിയൊരു മുഹബത്ത് കൊണ്ട് ആഗ്രഹം കൊണ്ട് പോകുന്നതാണ്. ഭാര്യയും ഭർത്താവും മക്കളൊക്കെ. അള്ളാഹ് തന്നോളും. അള്ളാഹ് വെറുതെ ആക്കൂല. റബ്ബ് കബൂലാക്കട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് വ്യത്യസ്ത ഭാഷക്കാര്, വ്യത്യസ്ത നാട്ടുകാര്, ഒരു കുടുംബം പോലെ 15 ദിവസം കഴിഞ്ഞത് അള്ളാഹു കബൂലാക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ പോകുന്നവർക്ക് അള്ളാഹ് റഹ്മത്ത് ചെയ്യട്ടെ. അവിടെ പോരാൻ ആഗ്രഹിച്ച് കഴിയാത്തവരുണ്ട്, അള്ളാഹ് റാഹത്തിലാക്കട്ടെ. അവിടെ എത്താൻ അള്ളാഹു നമുക്കൊക്കെ എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. അവിടുന്ന് ദ്വാരക്കാൻ വേണ്ടി കണ്ടപ്പോൾ ഏൽപ്പിച്ചവരുണ്ട്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കൂടെ വന്ന് മരിച്ചുപോയവരുണ്ട്, അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. എല്ലാവരുടെ യാത്രയും നീ സന്തോഷത്തിലാക്കണേ റബ്ബേ. എല്ലാവരുടെ യാത്രയും നീ ഖൈറിലാക്കണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളെ കൂടെ ഉംറക്ക് പോയി ഞങ്ങൾ
ഞങ്ങളെ കൂടെ തിരിച്ചു പോരേണ്ടിയുള്ള ഞങ്ങളെ പ്രിയപ്പെട്ട സഫിയ ഉമ്മ മരണപ്പെട്ടു പോയി. പരിശുദ്ധ മക്കയിലാണ് ആ പ്രിയപ്പെട്ട ഉമ്മയുടെ ഖബറുള്ളത്. റബ്ബേ, കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾ കൂടെ ഉംറക്ക് വന്ന ഉമ്മയായിരുന്നു. മക്കയിൽ വെച്ച് മരണപ്പെട്ടു പോയി. അല്ലാഹ്, ഉംറ കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച രാവിലെ റാഹത്തോടെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. വെള്ളിയാഴ്ച ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന മക്കാ മസ്ജിദുൽ ഹറാമിലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കത്തെ പള്ളിയിൽ നിന്ന് മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് പരിശുദ്ധമായ മക്കയിൽ ആ പ്രിയപ്പെട്ട ഉമ്മയെ ഖബറടക്കി. ആ പ്രിയപ്പെട്ട ഉമ്മക്ക് റബ്ബേ ലഭിച്ച ഭാഗ്യം എത്രയാണ്! ആ ഉമ്മയുടെയും നമ്മുടെ ആഗ്രഹം പോലെ ആ ഉമ്മയുടെ വലിയ ആഗ്രഹമായിരുന്ന പരിശുദ്ധമായ മക്കയിൽ വെച്ച് മരിക്കുക എന്നുള്ളത് എപ്പോഴും പറയുമായിരുന്നു. മക്കയിൽ വെച്ച് മരിക്കണം, ഈ പുണ്യഭൂമിയിൽ വെച്ച് മരിക്കണമെന്ന് എപ്പോഴും പറയുമായിരുന്നു. അല്ലാഹു ആ പ്രിയപ്പെട്ട ഉമ്മയുടെ പ്രാർത്ഥനക്കുള്ള ഉത്തരം കൊടുത്തു. ആ പ്രിയപ്പെട്ട ഉമ്മ വെള്ളിയാഴ്ച രാവിലെ ഉംറക്ക് ഇഹ്റാം ചെയ്ത് ഇഹ്റാമിലായിട്ട് ഈ ലോകത്തോടെ വിട പറഞ്ഞു പോയി. അല്ലാഹുവേ, അപൂർവങ്ങളിൽ അപൂർവമായ ഒരു മരണമാണ്. ഉംറക്ക് വന്നിട്ട് മരിക്കുക എന്നുള്ളത് ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ. പക്ഷേ ഉംറക്ക് വന്ന വെള്ളിയാഴ്ച രാവിലെയുള്ള മരണം, ഉംറക്ക് വേണ്ടി ഇഹ്റാം ചെയ്തിട്ടുള്ള മരണം, ഇഹ്റാമിലായിട്ടുള്ള മരണമാണ്. എത്ര വലിയ ഭാഗ്യമാണ്, എത്ര വലിയ സൗഭാഗ്യമാണ്! ജനലക്ഷങ്ങളല്ലേ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ആ ഉമ്മക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചത്. പരിശുദ്ധ മക്കയിലെ പവിത്രത നിറഞ്ഞ പരിശുദ്ധി നിറഞ്ഞ മണ്ണിലല്ലേ ആ ഉമ്മക്ക് വന്നിറങ്ങുന്നത്. അല്ലാഹുവേ, ആ ഉമ്മാന്റെ ദർജ നീ വർദ്ധിപ്പിക്കണേ റബ്ബേ. കൂടെ ഉംറക്ക് വന്ന രണ്ട് ഉമ്മമാരിപ്പോ മക്കത്ത് മരിച്ചു കിടക്കുന്നുണ്ട്. പടച്ച റബ്ബേ, അവരുടെ മക്കളാണ് ഞങ്ങള്, അവരുടെ കുടുംബങ്ങളാണ് ഞങ്ങള്. ഈ മജ്‌ലിസിൽ നിന്ന് ഓതുന്നതും ആമീൻ പറയുന്നതുമല്ല, ആ ഖബറിലേക്ക് നീ എത്തിക്കണേ നാഥാ. കൂടെ ഉംറക്ക് വന്നവരെ പലരും മരിച്ചുപോയി. മസ്ജിദ് റൗദയിലേക്ക്, സ്നേഹവീടുകളിലേക്ക് നേർച്ചകളും സഹായങ്ങളും തന്നിരുന്നവര് പലരും മരിച്ചുപോയി. ഞാൻ മരിച്ചാലും ദുആയിക്കട്ടോ എന്ന് പറഞ്ഞ് വസിയത്ത് പറഞ്ഞിരുന്നവര് പലരും മരിച്ചുപോയി. ആരെയും ഞങ്ങൾ മറക്കുന്നില്ല. അവരുടെ എല്ലാവരുടെ ഖബറിലേക്ക് അല്ലാഹുവേ ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും മുത്തായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗ്ഗലോകത്ത് നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്.